ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു സെക്ഷനുമായിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കറണ്ട് അഫേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ എക്സാമിനും, ഏത് PXC എക്സാം ആണെങ്കിലും കറണ്ട് അഫേഴ്സ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാം. അപ്പോൾ നമുക്ക് കറണ്ട് അഫേഴ്സ് ഫോക്കസ് ചെയ്ത് പോയാൽ കുറച്ച് മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോളോ 17 ശേഷം 53 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രന് അരികിലെത്തിക്കുന്ന നാസയുടെ ദൗത്യം എന്താണ്? ആർടെമിസ് 2 ആണ്. അപ്പോളോ 17 ശേഷം 53 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രൻ്റെ അരികിലേക്ക് എത്തിക്കുന്ന നാസയുടെ ദൗത്യമാണ് ആർടെമിസ് 2. 2026 US തൊഴിൽ വകുപ്പിൻ്റെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി നിയമിതനായ ഇന്ത്യൻ വംശജ ആരാണ്? മംഗള കുപ്പയാണ് കേട്ടോ. 2026 US തൊഴിൽ വകുപ്പിൻ്റെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് മംഗള കുപ്പ. 2026 അന്താരാഷ്ട്ര ബുക്കർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജയായ കനേഡിയൻ എഴുത്തുകാരി ആരാണ്? അത് പത്മ വിശ്വനാഥനാണ്. പത്മ വിശ്വനാഥൻ 2026 അന്താരാഷ്ട്ര ബുക്കർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജയായ കനേഡിയൻ എഴുത്തുകാരിയാണ് ആര്? പത്മ വിശ്വനാഥൻ. ഒരു ബ്രസീലിയൻ എഴുത്തുകാരി അന പൗള മായയുടെ ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ബിനീത്ത് എന്ന പോർച്ചുഗീസ് നോവലിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനത്തിനാണ് പത്മ വിശ്വനാഥന് ഈ അംഗീകാരം ലഭിച്ചത്. അപ്പോൾ ഏത് കൃതി എന്നൊക്കെ ചോദിച്ചാൽ അത് ബ്രസീലിയൻ എഴുത്തുകാരിയായ അന പൗള മായയുടെ ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ബിനീത്ത് എന്ന ഒരു പോർച്ചുഗീസ് നോവലിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം ചെയ്തതിനാണ് പത്മ വിശ്വനാഥന് ഈ അംഗീകാരം ലഭിച്ചത്. ഇനി ലുധിയാനയിൽ നടന്ന ദേശീയ 9 ബോൾ പൂൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് 9ാമത് ബോൾ പൂൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് പങ്കജ് അദ്വാനി. ഓക്കെ, അടുത്തത് 2026 മാർച്ച് 22 ഇറ്റലിയിലെ പാർമ നഗരത്തിന് സമീപത്തെ മന്യാനി റോക്ക ഫൗണ്ടേഷൻ്റെ സ്വകാര്യ മ്യൂസിയത്തിൽ നിന്നും മോഷണം പോയ പെയിൻറ്റിങ്ങുകൾ ഏതൊക്കെയാണ്? ഫിഷ്, സ്റ്റീൽ ലൈഫ് വിത്ത് ചെറീസ് ആൻഡ് ഒഡാലിക് ഓൺ ദ ടെറസ് എന്നീ പെയിൻറ്റിങ്ങുകളാണ് മോഷണം പോയത്. 2026 മാർച്ച് മാസത്തിൽ കൊച്ചി കപ്പൽശാല തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച കൈമാറിയ ആൻറ്റി സബ്മറൈൻ കപ്പൽ മൾവൻ. ഓക്കെ, 2026 മാർച്ച് മാസത്തിൽ കൊച്ചി കപ്പൽശാല തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച് കൈമാറിയ ആൻറ്റി സബ്മറൈൻ കപ്പൽ ഏതാണ്? അത് മൾവൻ ആണ്. മൾവൻ. 2026 മംഗോളിയയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉക്രാൽന്യാം ഒസോർ. 2026 മംഗോളിയയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? അത് ഉക്രാൽന്യാം ഒസോറാണ്. 2026 ഏപ്രിലിൽ ലോകസഭ പാസാക്കിയ ബിൽ പ്രകാരം ആന്ധ്രാപ്രദേശിൻ്റെ ഏക തലസ്ഥാനമാണ് അമരാവതി. 2026 ഏപ്രിലിൽ ലോകസഭ പാസാക്കിയ ബിൽ പ്രകാരം ആന്ധ്രാപ്രദേശിൻ്റെ ഒരേ ഒരു തലസ്ഥാനം ഏതാണ്? അത് അമരാവതിയാണ്. ഓക്കെ, 2026 ഏപ്രിലിൽ കരസേന ഉപമേധാവിയായി ചുമതലയേറ്റത്, അതായത് വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് കരസേന ഉപമേധാവിയായി 2026 ഏപ്രിലിൽ തിരഞ്ഞെടുത്തത് ലഫ്റ്റനൻറ്റ് ജനറൽ ധീരജ് സേത്ത് ആണ്. ആരാണ്? ലഫ്റ്റനൻറ്റ് ജനറൽ ധീരജ് സേത്ത്. അടുത്തത്, കേരളത്തിൽ അനുഭവപ്പെടുന്ന കഠിനമായ ചൂടിന് കാരണമായ പ്രതിഭാസം എന്താണ്? അത് ഹീറ്റ് ഡോം ആണ്. കേരളത്തിൽ അനുഭവപ്പെടുന്ന കഠിനമായ ചൂടിന് കാരണമായ പ്രതിഭാസമാണ് ഹീറ്റ് ഡോം. എന്നാണ് അന്തരീക്ഷത്തിൽ ഉയർന്ന മർദ്ദമുള്ള ഒരു പ്രദേശം ചൂടുള്ള വായുവിനെ ഒരു പ്രത്യേക സ്ഥലത്ത് തളച്ചിടുന്നു. ഈ പ്രതിഭാസമാണ് എന്ത്? ഹീറ്റ് ഡോം. സാധാരണയായി ചൂടുവായു മുകളിലേക്ക് ഉയർന്നു പോകുമെങ്കിലും ഹീറ്റ് ഡോം ഉള്ളപ്പോൾ ഉയർന്ന മർദ്ദം ഈ വായുവിനെ താഴേക്ക് അമർത്തുന്നു, അതായത് താഴേക്ക് വലിക്കുന്നു. ഇത് വായു കൂടുതൽ ചൂടാകാനും കാരണമാകുന്നു. അപ്പം കേരളത്തിൽ അനുഭവപ്പെടുന്ന
കഠിനമായ ചൂടിന് കാരണമായ പ്രതിഭാസമാണ് ഹീറ്റ് ഡോം. ഹീറ്റ് ഡോം എന്ന് വെച്ചാൽ എന്താണ്? അത് അന്തരീക്ഷത്തിൽ ഉയർന്ന മർദ്ദമുള്ള ഒരു പ്രദേശം ചൂടുള്ള വായുവിനെ ഒരു പ്രത്യേക സ്ഥലത്ത് തളച്ചിടുന്ന പ്രതിഭാസമാണ് ഹീറ്റ് ഡോം. അപ്പോൾ ഈ പ്രക്രിയ മൂലം സാധാരണ ചൂടുവായു മുകളിലേക്ക് ഉയർന്നു പോകുമെങ്കിലും ഹീറ്റ് ഡോം ഉള്ളപ്പോൾ എങ്ങനെയാണ്? അതിൽ ഉയർന്ന മർദ്ദം ഈ വായുവിനെ താഴേക്ക് വീണ്ടും വലിക്കുന്നു. അപ്പോൾ താഴേക്ക് അമർത്തുക ചെയ്യുന്നത്. അപ്പോൾ ഈ വായു കൂടുതൽ വീണ്ടും എന്താകുന്നു? ചൂടാകുന്നു. അടുത്തത് 2026-25-26 സാമ്പത്തിക വർഷത്തിൽ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഉൽപ്പാദനം കൈവരിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പ് അയിര് ഉൽപ്പാദകർ. 2025-26 സാമ്പത്തിക വർഷത്തിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഉൽപ്പാദനം കൈവരിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് ഉൽപ്പാദകർ ആരാണ്? അത് NMDC, നാഷണൽ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. NMDC ആണ് ആ ഏറ്റവും ഉയർന്ന, തങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നേട്ടം കൈവരിച്ചത് നാഷണൽ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അടുത്തിടെ AI ചിപ്പുകൾക്കായുള്ള സെമി കണ്ടക്ടർ നിർമ്മിക്കുന്ന സംരംഭമായ ടെറാഫാബ് പദ്ധതി ആരംഭിച്ചത് ആരാണ്? ഇലോൺ മസ്കിൻ്റെ കമ്പനി ഇലോൺ മസ്ക് അടുത്തിടെ AI ചിപ്പുകൾക്കായുള്ള സെമി കണ്ടക്ടർ നിർമ്മാണ സംരംഭമായ ടെറാഫാബ്. അപ്പോൾ ടെറാഫാബ് പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? AI ചിപ്പുകൾക്ക് വേണ്ടി സെമി കണ്ടക്ടർ നിർമ്മിക്കുന്ന സംരംഭം. ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇലോൺ മസ്ക്. ചന്ദ്രഭ്രമണപഥത്തിൽ നാസ നിർമ്മിക്കുന്ന സ്പേസ് സ്റ്റേഷൻ്റെ പേര് ലൂണാർ ഗേറ്റ്വേ. ചന്ദ്രഭ്രമണപഥത്തിൽ നാസ നിർമ്മിക്കുന്ന സ്പേസ് സ്റ്റേഷൻ്റെ പേരെന്താണ്? ലൂണാർ ഗേറ്റ്വേ. അടുത്തത് 2026 ഏപ്രിൽ റെക്കോർഡ് തുകയ്ക്ക് വിറ്റ രാജാ രവിവർമ്മയുടെ ചിത്രമേതാണ്? യശോദയും കൃഷ്ണനും. 2026 ഏപ്രിൽ റെക്കോർഡ് തുകയ്ക്ക് വിറ്റ രാജാ രവിവർമ്മയുടെ ചിത്രമാണ് യശോദയും കൃഷ്ണനും. അടുത്ത ക്വസ്റ്റ്യൻ. 2026 ഏപ്രിൽ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രാജ്യം ഫ്രാൻസ്. എന്നാൽ 2026 ഏപ്രിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 136 സ്ഥാനത്താണ് ഇന്ത്യ. 2026 ഏപ്രിൽ പ്രകാശനം ചെയ്ത പാർലമെൻ്ററി ചുവർ ചിത്രങ്ങളെക്കുറിച്ചുള്ള സുധാമൂർത്തിയുടെ പുസ്തകമാണ് ടൈഡ്സ് ഓഫ് ടൈം, ഭാരത്സ് ഹിസ്റ്ററി ത്രൂ മ്യൂറൽ ഇൻ പാർലമെൻറ്റ്. സംസ്ഥാനത്തുടനീളം പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റാർ ലിങ്കുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനമാണ് മേഘാലയ. അടുത്തത് ദേശാടന വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിനായുള്ള കൺവെൻഷൻ കക്ഷികളുടെ സമ്മേളനത്തിൻ്റെ 15ാമത്തെ യോഗത്തിൻ്റെ വേദി ബ്രസീലാണ് കേട്ടോ. ദേശാടന വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിനായുള്ള കൺവെൻഷൻ കക്ഷികളുടെ സമ്മേളനത്തിൻ്റെ, അതായത് CMS, ഇതിൻ്റെ 15ാമത്തെ യോഗത്തിൻ്റെ വേദിയായിരുന്നത് ബ്രസീലാണ്. അടുത്തത് 2026 ഏപ്രിൽ കൊൽക്കത്തയിൽ ഗാർഡൻ റീച്ച് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് നിർമ്മിച്ച ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയ 3 യുദ്ധക്കപ്പലുകൾ ഏതൊക്കെയാണ്? ഡുണഗിരി, സംശോധക്, അഗ്രൈ. 2026 ഏപ്രിൽ കൊൽക്കത്തയിൽ ഗാർഡൻ റീച്ച് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് നിർമ്മിച്ച് ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയ 3 യുദ്ധക്കപ്പലുകളാണ് ഡുണഗിരി, സംശോധക്, അഗ്രൈ എന്നിവ. അപ്പോൾ ഇന്ന് നമ്മൾ ഏപ്രിൽ ആദ്യ വാരത്തെ കറണ്ട് അഫേഴ്സാണ് നോക്കിയത്. എല്ലാവരും ഈ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് കാണണം. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും. കറണ്ട് അഫേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ക്ലാസ് പിന്നെയും കേൾക്കുക. എഴുതിയൊന്നും പഠിക്കേണ്ട, വീണ്ടും നിങ്ങൾ കേട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കറണ്ട് അഫേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.